പല മേഖലകളിലും കേരളം നമ്പർ 1 ആണെന്ന് അവകാശപ്പെടാറുണ്ട്. നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് നമ്മളെല്ലാറ്റിലും നമ്പർ 1 ആയത്. പക്ഷേ കേരളത്തിലെ പോലീസിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ പോലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പായിട്ട് പോലും നമ്പർ 1 ആണെന്ന് ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ അതിന് സാഹചര്യം ഒരുക്കിയത് ഇന്നലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവം. നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനെ 5 KSUക്കാര് അതിക്രമിച്ച് കയറി വധിക്കാൻ ശ്രമിച്ചു എന്ന കേസ്. ആ കേസ് സംബന്ധിച്ച് കേരളത്തിന്റെ കേരള പോലീസിലുള്ള റെയിൽവേ പോലീസ് 5 KSU പ്രവർത്തകർക്കെതിരെ ഒരു കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിന്റെ FIR വായിക്കുമ്പോഴാണ് ഇത് താണ്ട പോലീസ് എന്ന് പറഞ്ഞ പോലെ ഇത് താണ്ട FIR എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇതാണ് FIR. ഈ FIR ഉണ്ടെങ്കിൽ നാളെ ഈ കേസ് ഏത് കോടതി ചെന്നാലും ഈ 5 KSUക്കാരന്മാരെയും തൂക്കിലിടാൻ, മരണം വരെ തൂക്കിലിടാൻ കോടതി വിധിക്കും. അത്രയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള, അതായത് ഈ FIR തയ്യാറാക്കിയ ഏതോ ഒരു ഏമാൻ ഉണ്ടല്ലോ, ആ ഏമാൻ ഇതൊക്കെ നേരിൽ കണ്ടു എന്ന മട്ടിലാണ് FIR എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു ഒറ്റ FIR മതി നമ്മുടെ പോലീസ് ഇന്ത്യയിലെ 1-ാം നമ്പർ ആണെന്ന് അവകാശപ്പെടാൻ. ഈ FIR-ൽ പറയുന്നത് എന്താണെന്നറിയാമോ? അതായത് കറുത്ത കൊടികളുമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട്, ആരെ? നമ്മുടെ മന്ത്രി വീണ ജോർജിനെ കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഏതോ ഒരു ആയുധവുമായി, ഏതായുധമാണെന്ന് കേരള പോലീസിനെ കൊണ്ട് പിടുത്തം കിട്ടിയിട്ടില്ല, ഏതോ ഒരു ആയുധം, ഒരു സ്പെഷ്യലി ഡിസൈൻഡ് വെപ്പൺ നമ്മുടെ മന്ത്രിക്ക് വേണ്ടി ഏതോ ഒരു ആയുധമായി ചാടി വീണ് കഴുത്തിന് ആക്രമിച്ചു. ഈ കേസുകാർ എന്തൊക്കെയാ ചെയ്തത്? കറുത്ത കൊടിയുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. അവര് റെയിൽവേ സ്റ്റേഷനിൽ വന്നത് മന്ത്രിയെ കരിങ്കൊടി കാണിക്കാനാ, പ്രതിഷേധിക്കാനാ. നമ്മുടെ ആരോഗ്യരംഗം ഇങ്ങനെ അങ്ങോട്ട് വഷളായി പോയതിന്റെ പേരില് അതിന്റെ ഉത്തരവാദിയായ മന്ത്രി എന്ന നിലയില് ചെറുപ്പക്കാരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നതാ കേസുകാർ. അവിടെ കറുത്ത കൊടി ഉണ്ടായിരുന്നു, മന്ത്രിക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു. ഇത്രയും ശരിയാ. ബാക്കിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ FIR രചയിതാവിന്റെ, ആ മഹാസാഹിത്യകാരന്റെ ഭാവനയാണ്. അതായത് ഏതോ ഒരു ആയുധം കൊണ്ട്, ഇവിടെ കറുത്ത കൊടിയല്ലാതെ വേറൊന്നുമില്ല, അത് കൊടിക്കമ്പൽ കെട്ടിയത് പോലുമല്ല, വെറുതെ വീശുകയാണ്, ഇങ്ങനെ വീശുകയാണ്. അതല്ലാതെ ഏതോ ഒരു ആയുധമായി ചാടി വീണ്, അതാണ് കേസുകാർ ചാടി വീഴുകയാണ്. പോലീസുകാരുടെ നടുവില് സുരക്ഷിതയായിട്ട് നിൽക്കുന്ന മന്ത്രി. അപ്പൊ ഈ രക്ഷാവലയത്തെ എല്ലാം ഭേദിച്ചുകൊണ്ട് കേസുകാർ ഇങ്ങനെ ചാടി വീണ് കഴുത്തിന് ആക്രമിച്ചു. സത്യത്തില് ഈ റെയിൽവേ സ്റ്റേഷനിൽ എന്താ നടന്നെന്നുള്ളത് ഈ ഭൂമി മലയാളത്തിലുള്ള മുഴുവൻ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുക, ലൈവായിട്ട് കാണുന്നു. അതിനുശേഷം ഈ സംഭവത്തെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം ടെലിവിഷനിൽ വീണ്ടും വീണ്ടും വരുന്ന വിഷ്വലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൽ കൈരളി ചാനലിന്റെ ഉൾപ്പെടെയുള്ള വിഷ്വൽസ് ഉണ്ട്. മലയാള മനോരമയുടെയും മാതൃഭൂമിയുടെയും മാത്രമല്ല, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് മാത്രമല്ല, റിപ്പോർട്ടറുണ്ട്. ഈ ഗവൺമെന്റിന് വേണ്ടി കൈരളിയേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത്. അവരുടെ ഉണ്ട്, 24 ഉണ്ട്. അങ്ങനെ പല പല ചാനലുകളുടെ വിഷ്വൽസ് ഇങ്ങനെ കേരളം മാറി മാറി കണ്ടുകൊണ്ടിരിക്കുക. ഇതിൽ ഒരിടത്തും ഈ KSUവിന്റെ പ്രവർത്തകര് ഈ മന്ത്രിയുടെ സമീപത്തേക്ക് ഇത് കൈനീട്ടിയാൽ എത്തുന്ന രീതിയിലുള്ള അകലത്തിലേക്ക് പോലും വന്നിട്ടില്ല. അപ്പോ എന്താ നടന്നത്? അവര് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന മന്ത്രിയെ കാണുന്നു, മന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. 5 KSU പ്രവർത്തകരാ അവരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, 5 പേര്. അവരെ നേരിടാൻ 30 പോലീസുകാരുണ്ട് അവിടെ, സബ് ഇൻസ്പെക്ടർമാർ അടക്കം 30 പോലീസുകാർ, വനിതാ പോലീസ് അടക്കം, അവർ ഇത്രയും പേരുണ്ട്. തുടക്കത്തിൽ തന്നെ മുദ്രാവാക്യം വിളി കേട്ടപ്പോ തന്നെ ഈ 5 പേരെയും പോലീസ് വലയം ചെയ്തു. അതിന്റെ സൈഡിൽ കൂടെയാണ് മന്ത്രി അങ്ങോട്ട് അകത്തേക്ക് കിടക്കുന്നത്. പിന്നെ അവരുടെ അടുത്തേക്ക് എത്താൻ ഈ KSUക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. പോലീസ് മന്ത്രിയെ വലയം ചെയ്ത് നിൽക്കുന്നു. മറ്റു പോലീസുകാരെ ഈ KSU പ്രവർത്തകരെ ഉന്തിയും തള്ളിയും മാറ്റി, ഈ രംഗത്ത് നിന്ന് തന്നെ മാറ്റി. എന്നിട്ടാണ് മന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു. നമ്മുടെ MP ജയരാജൻ പറയുക, ഈ വധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? അതിനൊക്കെ ആ വാക്കിനൊക്കെ ഒരു അർത്ഥമില്ലേ? KSUക്കാർ ഈ കറുത്ത കൊടിയും കൊണ്ട് വധിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് പറഞ്ഞ ഏതോ ഒരു ആയുധം, ആ ആയുധം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ജയരാജൻ പറഞ്ഞ് വധിക്കാൻ ശ്രമിച്ചു എന്ന്. ഇത് എവിടെ വെച്ച് എങ്ങനെ നടന്നു എന്ന് നമ്മൾ കാണണമല്ലോ. ഏതെങ്കിലും ഒരു ദൃശ്യം, സംശയാസ്പദമെന്ന് പറയാവുന്ന ഒരു ദൃശ്യമെങ്കിലും വേണമല്ലോ. മന്ത്രി അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മന്ത്രി അടുത്തേക്ക് വരുന്നത്, മന്ത്രിയെ ഒന്ന് സ്പർശിക്കുന്നത് ഇല്ലല്ലോ. ഇത് ചാനലുകളുടെ ദൃശ്യത്തെ പറ്റിയാണ് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞത്. ഇന്നിപ്പോ റെയിൽവേ സ്റ്റേഷനിലെ CCTV നോക്കി, അതിലൊന്നുമില്ല, സംശയിക്കത്തക്കതായിട്ട് ഒരു ദൃശ്യം പോലും ഇല്ല. പക്ഷെ മന്ത്രി ഇപ്പോഴും പരിഹാരത്ത് വിദഗ്ധ ചികിത്സയല്ല, MRI സ്കാൻ എടുത്ത് നോക്കി. അപ്പൊ അതിന് ചെറിയൊരു കഴുത്തിനൊരു ക്ഷതമുണ്ട്. ഏതാണ്ട് 4 മണിയോ അല്ലെ 4:30 നമ്മുടെ മന്ത്രിയെ കണ്ണൂർ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പം MRI സ്കാൻ എടുക്കണമെന്നൊന്നും തോന്നിയില്ല. പിന്നീട് വൈകുന്നേരം 8:30 മണിക്ക് ഇറക്കുന്ന ബുള്ളറ്റിനിലാണ്
മന്ത്രിയുടെ കഴുത്തിൽ ഒരു ക്ഷതമുണ്ടായോ എന്ന സംശയത്തില് MRI സ്കാൻ എടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് മന്ത്രിയാണ്. നമ്മളാരെയും ചെന്നാൽ ഉടനെയെങ്കിലും ഈ ചികിത്സയൊന്നും കിട്ടത്തില്ല, MRI എടുക്കത്തില്ല, ഒരു മുറി പോലും കിട്ടത്തില്ല, കട്ടില് പോലും കിട്ടത്തില്ല. അതാണ് നമ്മുടെ ജില്ലാ ആശുപത്രിയിലെയും മെഡിക്കൽ കോളേജിലൊക്കെ ഒരു അവസ്ഥ. പക്ഷെ ഇത് മന്ത്രി ഒരു 4-4:30 മണിയോടുകൂടി അവിടെ ചെല്ലുന്നു, അഡ്മിറ്റ് ആവുന്നു. പക്ഷേ MRI സ്കാൻ എടുക്കണമെന്ന് തീരുമാനിച്ചപ്പോഴാ വൈകിട്ട് 8:30 ഇറങ്ങുന്ന ബുള്ളറ്റില്ലേ ഈ പറയുന്നത്. അതിനുശേഷമായി എടുത്തത്. അപ്പൊ എന്തെങ്കിലും മന്ത്രിക്ക് കാര്യമായ ക്ഷതമോ പരിക്കോ ഉണ്ടെങ്കിൽ ആ മിനിറ്റിൽ, ആ നിമിഷം അതിനുവേണ്ട ചികിത്സകൾ കൊടുക്കില്ലേ, ടെസ്റ്റുകൾ നടത്തില്ലേ, സ്കാൻ എടുക്കില്ലേ? ഇതൊക്കെ ആരോടാ പറയുന്നത്? ഇപ്പൊ രാവിലെ റെയിൽവേ സ്റ്റേഷനിലെ CCTV നോക്കിയപ്പോഴും സംഗതി സ്വാഹ, ഒരൊറ്റ ദൃശ്യം പോലുമില്ല, വിഷ്വൽ പോലുമില്ല. പക്ഷെ FIR-ല് മാരകായുധം കൊണ്ട് മന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് ചാർജ്. ഈ 5 KSUക്കാരുടെ പേരില്. ഈ KSUക്കാര് പിള്ളേര് പാവത്തകളാണെന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ എടാ ഭയങ്കരന്മാരെ, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്താ? സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി, ടെലിഫോണിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ അതിസമർത്ഥന്മാരായ കേരള പോലീസിന് കണ്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോയ ആയുധം, ഏതോ ആയുധം എന്നാണല്ലോ പറഞ്ഞത്. ഇത് എന്തുവാടേ? നിങ്ങൾ എവിടുന്ന് കൊണ്ടുവന്ന എന്താ സംഗതി? അതൊന്ന് പറഞ്ഞു തന്നെ, അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാ. ചേട്ടാ KSUക്കാര് പിള്ളേർ ഇത്രയൊക്കെ ആയല്ലോ എന്ന് ആലോചിച്ചപ്പോ തോന്നിയ ഒരു സംശയമാ. നിങ്ങൾ ഒന്ന് പറ, നമ്മളോടൊന്ന് പറ, വേറെ ആരോടും പറയണ്ട. എന്തുവാ ഈ ആയുധം? എങ്ങനെ സംഘടിപ്പിച്ചതാ? അതൊന്ന് പറഞ്ഞതാ. വേണ്ട, അടുത്തുനിന്ന് കണ്ടതുപോലെ FIR ആ പോലീസ് ഏമാന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ പോയ ആ ഒരു ആയുധം, അതിനെക്കുറിച്ച് അറിയാനൊരു ആകാംക്ഷയുണ്ട്, അത്രയോ. സത്യം പറഞ്ഞാൽ മേപ്പടി FIR അനുപമായ ഭാവനാശക്തി ഉൾച്ചേർന്ന് നിൽക്കുന്ന ഈ FIR ഉണ്ടല്ലോ, പ്രഥമ അന്വേഷണ റിപ്പോർട്ട്, അത് എഴുതിയ സാഹിത്യകാരനെ, മഹാസാഹിത്യകാരനെ യാതൊരു സംശയവും വരുത് കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം നൽകി ആദരിക്കണം. അതാണ് ഈ സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്. വിശിഷ്ടാംഗത്വം നൽകണം, പറ്റുമെങ്കിൽ ഒരു പുരസ്കാരവും കൊടുക്കണം. സാധാരണഗതിയിൽ ഒരു സീസൺ അനുസരിച്ചാ അക്കാദമിയുടെ പുരസ്കാരം കൊടുക്കുന്നത്. അത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി അടുത്ത തവണ നോക്കിയാൽ മതി ഒരു പുരസ്കാരം. പക്ഷേ സാഹിത്യ അക്കാദമി ഇക്കാര്യത്തിൽ അങ്ങോട്ട് അടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ സച്ചിദാനന്ദനാണല്ലോ അതിന്റെ പ്രസിഡന്റ്. അങ്ങനെ ഗവൺമെന്റുമായിട്ട് അല്പം ഇടഞ്ഞു നിൽക്കുക, ചെറിയൊരു ഇടങ്ങേറ്. ഈ എഴുത്തുകാർ കുറച്ചൊക്കെ സത്യസന്ധന്മാരായിരിക്കുമല്ലോ. അതേ ഒരു സത്യം അങ്ങ് പറഞ്ഞു പോയി. ഇനി 3ാം പിണറായി സർക്കാർ വരുന്നത് ഈ സംസ്ഥാനത്തിനും നല്ലതല്ല, CPM-നും നല്ലതല്ല. അതുകൊണ്ട് അത് ഉണ്ടാവാതിരിക്കുകയാണ് വേണ്ടത്. അത്രയും പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും കൂടെ അദ്ദേഹത്തിന് മേലെ കുതിര കയറി. പക്ഷേ ഗവൺമെന്റ് എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം അങ്ങോട്ട് നീട്ടിക്കൊടുത്തു. കാലാവധി കഴിഞ്ഞതാ, ആരും ചോദിച്ചുമില്ല, സച്ചിദാനന്ദൻ ആവശ്യപ്പെടുന്നുമില്ല എന്റെ ഈ സ്ഥാനം ഒന്ന് പുതുക്കി തരണമെന്ന്. പക്ഷെ ഗവൺമെന്റ് അങ്ങ് ചെയ്തു കൊടുത്തു. മനസ്സിലായില്ലേ? കാരണം സച്ചിദാനന്ദനാ, ആളെ ശകലം പേടിയുണ്ട്. ആളെന്തേലും വർത്തമാനം പറഞ്ഞാല് ജനങ്ങൾ ശ്രദ്ധിക്കും. അതേസമയം മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ഗവൺമെന്റ് ചെയ്തായിരുന്നു. കാലാവധി പൂർത്തിയാകാത്ത ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിനെ എടുത്തങ്ങോട്ട് മാറ്റിവെച്ചു. ഈ മാന്ത്രികര് തൊപ്പിയിൽ നിന്ന് മുയലിനെ ചെവിക്ക് പിടിച്ച് പൊക്കിയെടുത്ത് അങ്ങോട്ട് മേശപ്പുറത്തോട്ട് വെക്കുന്ന പോലെ അദ്ദേഹത്തെ എടുത്ത് തോട്ടിലോട്ട് ഇട്ടു പ്രേംകുമാർ. അദ്ദേഹം എന്തോ തെറ്റ് ചെയ്തത്? സച്ചിദാനന്ദൻ പറഞ്ഞവരൊന്നും പറഞ്ഞില്ല കേട്ടോ. സച്ചിദാനന്ദൻ പറഞ്ഞത് ഈ സർക്കാർ ഇനി വരരുത്, പിണറായി ഇനിയും മുഖ്യമന്ത്രിയാകാൻ പാടില്ലെന്നാ. പ്രേംകുമാർ പറഞ്ഞ ആ പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരം അത് ന്യായമാണ്, ഒന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയത്. ചേട്ടാ, ഈ സച്ചിദാനന്ദനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ CPM-നെ സംബന്ധിച്ചോളം പ്രേംകുമാർ ഒരു അശു, പോരാൽ പോകട്ടും പോടാ, മാറ്റി അങ്ങോട്ട് നിർത്തി. ഇങ്ങനെ പ്രസിഡന്റ് സ്ഥാനം നീട്ടിക്കൊടുത്തെങ്കിലും ഈ ഒരു ആവശ്യത്തിന് നമ്മുടെ FIR എഴുതിയ മഹാന് വിശിഷ്ടാംഗത്വം അക്കാദമിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞാലൊന്നും അദ്ദേഹം അടുക്കത്തില്ല. അതിൽ യാതൊരു സംശയവുമില്ല. നേരും നെറിയുള്ളൊരു മനുഷ്യനാണെന്നേ, അതുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യം ഈ സർക്കാരിന് ചെയ്യാം, അല്ലെ പാർട്ടിക്ക് ചെയ്യാം. പുകാസ പുരോഗമന കലാസാഹിത്യ സംഘം ഉണ്ടല്ലോ, അതിന് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോ FIR എഴുതുക എന്നുള്ളത് ഒരു സർഗ സൃഷ്ടിയായിട്ട് അക്കാദമി ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. പക്ഷെ പുകസയ്ക്ക് വേണേ അങ്ങനെ ചെയ്യാം. പുകാസ പറഞ്ഞു കഴിഞ്ഞാൽ ഈ FIR എഴുതുന്നതും ഒരു സാഹിത്യ സൃഷ്ടി, സർഗ സാഹിത്യ രചനയുടെ ഒരു ഭാഗമായിട്ട് ആളുകൾ അങ്ങ് വിശ്വസിച്ചോളും. പുകസയാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോ അദ്ദേഹത്തെ ഈ രംഗത്ത് പുകസയിൽ ഒരു വിശിഷ്ടാംഗത്വം നൽകി ആദരിക്കുന്ന കാര്യം പാർട്ടിക്കൊന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതിന് പിണറായി വേണ്ട, നമ്മുടെ MP ഗോവിന്ദൻ മാർക്സ് മതി, ആലോചിക്കാവുന്നതാ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പാർട്ടിക്ക് പ്രയോജനപ്പെടുന്ന അദ്ദേഹത്തെ പാർട്ടിയുടെ നേതൃശ്രേണിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്നലെ ഈ റെയിൽവേ സ്റ്റേഷൻ നടന്ന ഈ നാടകവുമായി ബന്ധപ്പെട്ട് പലരും പ്രസ്താവനകൾ ഇറക്കി, കാപ്സ്യൂളുകൾ തയ്യാറാക്കി. പക്ഷേ ഈ FIR എഴുതിയ പോലീസുകാരൻ തയ്യാറാക്കിയതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള, ഒറ്റ നോട്ടത്തിൽ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാപ്സ്യൂൾ അല്ലെങ്കിൽ ഒരു പ്രസ്താവന വേറെ ആരെങ്കിലും ചെയ്തു? പാർട്ടിയുടെ മുഖ്യമന്ത്രി അടക്കം, പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം ഉള്ളവര് ഇതിന്മേൽ പ്രതികരിച്ചു. പക്ഷെ ഇതിലെല്ലാം ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ഈ FIR-ലെ ഈ വാചകങ്ങളാണ്. അപ്പൊ അദ്ദേഹം
പാർട്ടിയുടെ ഈ കാപ്സ്യൂൾ നിർമ്മാണ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നികേഷ് കുമാറാ, പഴയ ഇന്ത്യ വിഷൻ MP രാഘവന്റെ മകൻ, ഓർമ്മയില്ലേ? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഈ പോലീസ് സാഹിത്യകാരനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒന്ന് രണ്ട് പ്രസ്താവനകളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഒരു കൂട്ടം അക്രമികളുടെ വിളയാട്ടമാണ് നടന്നത് എന്നുള്ളൊരു പൊതു പ്രസ്താവന. അതിനപ്പുറത്ത് എന്താണ് സംഭവിച്ചത് എന്നവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹമാണ് ഈ കേസില്, ഈ സംഭവത്തില് ഈ രോഗനിർണയം നടത്തിയിട്ട് മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. അതിനുമുമ്പ് വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 1-ാം പ്ലാറ്റ്ഫോമില് KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രകടനം, മുദ്രാവാക്യം വിളിക്കൊക്കെ ശേഷം അവിടെ നിന്നിരുന്ന മാധ്യമ പ്രവർത്തകരുമായിട്ടൊക്കെ സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി എലിവേറ്ററിൽ കയറി 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ മന്ത്രി വീണ ജോർജ് എത്തുമ്പോഴാണ് പെട്ടെന്ന് പുള്ളിക്കാരത്തിക്ക് ഈ കഴുത്തിന് വേദന വന്നത്. അപ്പൊ നമ്മുടെ സ്പീക്കർ ഷംസീർ അവിടെ ഉണ്ട്. അദ്ദേഹം ഈ വന്ദേ ഭാരതില് തിരുവനന്തപുരത്തിന് വരാൻ വേണ്ടി അവിടെ നിൽക്കുക. 3-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അല്ലാതെ 1-ാം പ്ലാറ്റ്ഫോമിൽ നടന്നൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹം കേട്ടറിവ് പോലും അന്നേരം ഉണ്ടോ എന്ന് അറിയില്ല. മന്ത്രി വീണ ജോർജ് പറഞ്ഞതല്ലാതെ അദ്ദേഹത്തിന് വേറെന്തെങ്കിലും വിശദാംശങ്ങൾ അറിയാമോ എന്ന് സംശയമാണ്. അദ്ദേഹം ഇത് പെട്ടെന്ന് അറിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിക്കാം. അപ്പം ഇങ്ങനെ വീണ പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു, കുറെ ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു, ഒരു ഉന്തും തൊഴിലും ഉണ്ടായി. അവിടുന്ന് ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ എന്റെ കഴുത്തിനൊരു വേദന ഉണ്ടായി. മന്ത്രി പറയുന്നില്ല ആരെങ്കിലും അവരെ അറ്റാക്ക് ചെയ്തെന്ന്, കയ്യേറ്റം ചെയ്തെന്ന്, അവരുടെ അടുത്തെങ്കിലും ആരെങ്കിലും വന്നതായിട്ട് പറയുന്നില്ല. പക്ഷെ ഇത് കേട്ട ഉടനെ നമ്മുടെ ഷംസീർ, അദ്ദേഹം പെട്ടെന്ന് ഡോക്ടറായി, ഡോക്ടർ AN ഷംസീറായി. അദ്ദേഹം പറഞ്ഞു പരിക്കുണ്ട്. അത് കേട്ടപാടെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ടെലിപ്പതി വഴി ഒരു രോഗനിർണയം നടത്തിയിട്ട് പറഞ്ഞു നേരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. അതാ വാസ്തവത്തിൽ സംഭവിച്ചത്. അപ്പൊ എന്താണ് നടന്നെന്നുള്ളതിനെ കുറിച്ച് മുഖ്യമന്ത്രി പോലും കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. അക്രമിയുടെ വിളയാട്ടം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. സത്യം പറഞ്ഞാൽ അവരോട് വിളയാടിയത് ആരാ? KSU പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു, അവരെ തടഞ്ഞപ്പം കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു, കരിങ്കൊടി വീശി കാണിച്ചു. എന്നതിനപ്പുറത്ത് ഈ വിളയാട്ടം നടന്നത് നമ്മുടെ മന്ത്രിയുടെ ഭാഗത്തുനിന്നാണ്. എന്തായിരുന്നു ഒരു പെർഫോമൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയ പോലീസുകാരോട്. KSU പ്രവർത്തകർ അവന്മാരിങ്ങോട്ട് വിടെ, പോരിന് വാടാ എന്ന മട്ടിലല്ലായിരുന്നു നമ്മുടെ മന്ത്രി ഒരു പൊതുസ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ 100 കണക്കിന് ആളുകൾ കണ്ടു നിൽക്കേ അവർക്കെതിരായിട്ടൊരു പ്രതിഷേധം നടന്നു എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരില് KSU പ്രവർത്തകരെ വെല്ലുവിളിക്കുന്നു, പോലീസുകാരെ തള്ളി മാറ്റുന്നു, ഒരു വനിതാ SI ഒക്കെ അവർ നിഷ്കരണം തള്ളി മാറ്റുന്നതായിട്ടാണ് നമ്മൾ വിഷ്വലുകളില് ദൃശ്യങ്ങളില് കാണുന്നത്. അപ്പം ആരുടെ വിളയാട്ടമായിരുന്നു? വിളയാട്ടം എന്ന് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി. നമ്മുടെ ഗോവിന്ദൻ മാക്സ് എന്താ പറഞ്ഞത്? കേരളത്തിന്റെ ചരിത്രത്തില് ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള നീചമായ ആക്രമണമാണ് നടന്നെന്നാണ് നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അദ്ദേഹം റോഡിലിറങ്ങി പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു. എവിടെയോ ഒരു വിഷ്വൽ കണ്ടു, മുദ്രാവാക്യം വിളിച്ച് നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോകുന്ന ഒരു രംഗം കണ്ടു. അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് അൾഷിമേഴ്സ് ബാധിച്ചു എന്ന് പെട്ടെന്ന് സംശയം തോന്നിപ്പോയി. വെറും 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കണ്ണൂരിലെ പകല് കാറിൽ റോഡിലൂടെ പോവുകയായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ റോഡിന്റെ ഇരുവശത്തു നിന്ന് കല്ലേറ് നടത്തിയത് ആരായിരുന്നു? കല്ലേറ് നടത്തി കാറെ തട്ടി, അതിന്റെ ചില്ലെ തട്ടി തെറിച്ചു പോവുകയല്ല ചെയ്ത്. ചില്ലുപൊട്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നെറ്റിക്ക് പരിക്ക് പറ്റി, ചോര വാർന്നൊഴുകി. അപ്പോ ഏതാണ് ഏറ്റവും നീചമായ ആക്രമണം? ഒരു മന്ത്രിയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കറുത്ത കൂടി കാണിച്ചതാണോ? മുദ്രാവാക്യം വിളിച്ചതാണോ? അതോ റോഡിലൂടെ കാറിൽ പോയിരുന്ന മുഖ്യമന്ത്രിയെ ഇരുവശത്തു നിന്നും വളഞ്ഞിട്ട് കല്ലെറിഞ്ഞ സംഭവമായിരുന്നു? ഏതായിരുന്നു നീചമായ ആക്രമണം? ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് മറന്നുപോയോ നമ്മുടെ MP ഗോവിന്ദൻ മാക്സ്? അങ്ങനെ മറക്കാൻ പറ്റുന്നതാണോ? അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞു, ഇതിന്റെ മേൽ യാതൊരു പ്രതിഷേധ പ്രകടനങ്ങളും ഉണ്ടാവരുത്, ഹർത്താൽ നടത്താൻ കോൺഗ്രസ് ആലോചിച്ചു, ചെയ്യരുത് എന്ന് പറഞ്ഞു. ഉത്തരവ് പോലെ പറഞ്ഞു, ഒരു പ്രതിഷേധവും ഉണ്ടാവാൻ പാടില്ല. ഇന്നലെ ഒരു മന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇവിടെ കേരളത്തിൽ നടന്നത്? ഏത് തരത്തിലുള്ള വെല്ലുവിളികളാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള CPM നേതാക്കൾ ചെയ്തത്? കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ കല്ലേറ് നടന്നില്ലേ? കയ്യേറ്റം നടന്നില്ലേ? പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകളും മറ്റ് പ്രചാരണ സാമഗ്രികളും തകർത്തില്ലേ? ഇതെന്തിനു വേണ്ടിയായിരുന്നു? മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ KSUക്കാരെ ആക്രമണം നടത്തിയെന്നും FIR പറയുന്നുണ്ട്. പക്ഷെ കൈകൊണ്ട് അടിച്ചത്. മറ്റ് മന്ത്രിയുടെ കാര്യത്തിൽ പറഞ്ഞൊരു ഏതോ ഒരു ആയുധം അത് പ്രയോഗിച്ചതായിട്ട് FIR കാണുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ KSUക്കാര് ഭയങ്കരന്മാര് മന്ത്രിക്ക് വേണ്ടി മാത്രമായിട്ട് ഏതോ ഒരു പ്രത്യേകതരം ആയുധവുമായി. നമ്മൾ നേരത്തെ പിണറായി വിജയന്റെ ഒരു പ്രത്യേക ആക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേക ആക്ഷൻ. ആ ആക്ഷൻ എന്തായിരുന്നുവെന്നോ ആക്ഷന് ശേഷം എന്താണ് സംഭവിച്ചതെന്നോ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ പ്രത്യേക ആക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ആയുധം, ഏതോ ഒരു ആയുധം, അത് മന്ത്രിക്കെതിരായിട്ട് പ്രയോഗിക്കാനായിരുന്നു. അദ്ദേഹത്തിന്റെ സുരക്ഷാ ജീവനക്കാരനെ കൈകൊണ്ടടിച്ചതേ ഉള്ളൂ. ഈ KSUക്കാരന്മാർ എത്ര കണക്ക് കൂട്ടിയാ ഓരോന്ന് ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പണ്ട് നമ്മുടെ പോലീസിലെ ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടാക്കി. അന്ന് എല്ലാവരും പറഞ്ഞു കാക്കിക്കുള്ളിലെ കലാഹൃദയം എന്ന്. ഇപ്പോൾ നമ്മുടെ ഈ FIR നമ്മൾ ഇവിടെ
ചർച്ച ചെയ്ത പ്രഥമ വിവര അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ കാക്കിക്കുള്ളിലെ ഒരു മഹാ സാഹിത്യകാരൻ ഭാവനാശാലി എന്ന് അല്ലെങ്കിൽ ഭാവനാശാലികളെന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് പറഞ്ഞത്, ഇത്തരത്തിലുള്ള പ്രതിഭകളെ, പോലീസിലുള്ള പ്രതിഭകളെ നമ്മൾ ആദരിക്കാതെ വെറുതെ വിടരുത്. സത്യത്തില് ഇതൊരു സുവർണാവസരമായി കണ്ട് നല്ലപോലെ രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്നാണ് CPM വിചാരിച്ചത്. പക്ഷേ അതിനവരെ സഹായിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും തെളിവുകൾ വേണ്ടേ, വിഷ്വൽസ് എങ്കിലും വേണ്ടേ? സത്യം പറഞ്ഞാല് അവരുടെ ഒരു വലിയ പാപ്പരത്വമായി പോയി ഈ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവത്തെ ഇങ്ങനെ വക്രീകരിക്കാൻ ശ്രമിച്ചത്, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അവർക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട്, ഒന്ന്, സർക്കാരിന്റെ ചില പരാജയങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പരാജയങ്ങൾ ബഹുജനത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറ്റി നിർത്തുക, ചർച്ച വേറൊരു വഴിക്ക് കൊണ്ടുപോവുക. രണ്ടാമത്, VD സതീശന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വിജയകരമായ രീതിയിൽ 3 മേഖലാ ജാഥകളിൽ നടന്നതുപോലെയല്ല. MP ഒക്കെ ആകുന്നതിന് മുമ്പ് നമ്മുടെ സുരേഷ് ഗോപി ഒരു ടെലിവിഷൻ പ്രോഗ്രാം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദാ വന്നു ദേ പോയി എന്ന് പറഞ്ഞ പോലെ 3 ജാഥകൾ ദാ വന്നു ദേ പോയി. ഇത് വളരെ വിജയകരമായിട്ട് ഇപ്പം ആലപ്പുഴ ജില്ലയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അത് വിജയകരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. അതിനെ എങ്ങനെയെങ്കിലും അനുകൂലപ്പെടുത്തണം, പൊളിക്കണം. ഇതായിരുന്നു 2 ഉദ്ദേശങ്ങൾ. അങ്ങനെ ഉദ്ദേശിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഗവൺമെന്റ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുക. പകൽ വെളിച്ചത്തില റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നതാ. എത്രയോ ക്യാമറകൾ ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വേണ്ടതുപോലെ വിവേചിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് വീണ ജോർജിനെ KSU പ്രവർത്തകർ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞായിരുന്നു, അതൊന്നും ഏശില്ല. അതുപോലെ ചില കാര്യങ്ങൾ ജനശ്രദ്ധയിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ അതിനാഗ്രഹിച്ചാലും നടക്കാൻ പോകുന്നില്ല. പിന്നെ സതീശന്റെ പുതിയ യാത്ര അതങ്ങ് നടന്നോളും, അത് കോൺഗ്രസ്സുകാരങ്ങ് നടത്തിക്കോളും. അവർക്ക് അതിനുള്ള കപ്പാസിറ്റിയും ശേഷിയും ഒക്കെ ഉണ്ട്. പണ്ട് പറഞ്ഞിട്ടില്ലേ, ആരെങ്കിലും കിടന്ന് കുരയ്ക്കട്ടെ, സാർത്ഥവാക സംഘം മുന്നോട്ട് പോകുമെന്ന്. അതുപോലെ യാത്രയങ്ങ് മുന്നോട്ട് പോയിക്കോളൂ. അത് തിരുവനന്തപുരത്തെത്തി സമാപിക്കുകയും ചെയ്യും. ഇതിന്റെ ബാക്കി പത്രം എന്ന് പറയാൻ ഒന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി വന്ദേ ഭാരതില് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തി മന്ത്രി വസതിയിലെ സൗകര്യങ്ങളില് ശീതളിമയിൽ കിടന്ന് ഉറങ്ങേണ്ട മന്ത്രിക്ക് 2 ദിവസം ആശുപത്രിയിൽ കിടന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നത് മാത്രം.